ഈ ഒരു ലെക്ചർ സീരീസ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് യൂസിങ് ജാവ എന്ന് പറഞ്ഞൊരു ലാബിനെ കുറിച്ചാണ്. ഇത് KTUവിന്റെ 2019 സ്കീമിൽ ഉൾപ്പെട്ട ലാബാണ്. ഇത് പഠിക്കുന്നത് S3 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഈ ഒരു ലെക്ചർ സീരീസിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസും എല്ലാ എക്സ്പെരിമെന്റ്സും, ഇത് കൂടാതെ നമ്മുടെ ഒരു പ്രാക്ടീസ് സെഷൻസ് ആയിട്ട് കുറച്ച് പ്രോഗ്രാംസും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ലെക്ചർ സീരീസിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു നമ്പർ പ്രൈം ആണോ അല്ലയോ എന്ന് പറഞ്ഞ് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് പ്രൈം നമ്പർ എന്ന് പറയുന്നത്? പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് നമ്പർ ആൻഡ് 1 ആയിരിക്കണം. ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കണം? n എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണെങ്കിൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 1ഉം n മാത്രമേ ആകാവൂ. അപ്പോൾ നമുക്കറിയാം സെക്കൻഡ് ലാർജസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ലാർജസ്റ്റ് ഫാക്ടർ. അപ്പോൾ ഫസ്റ്റ് ലാർജസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ദാറ്റ് നമ്പർ ഇറ്റ്സെൽഫ് ആണ്. സെക്കൻഡ് ലാർജസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒരു നമ്പറിന്റെ സെക്കൻഡ് ലാർജസ്റ്റ് ഫാക്ടർ. സെക്കൻഡ് ലാർജസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n/2 ആയിരിക്കും. n/2 ആയിരിക്കും. സേ 50 ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, ഈവൻ നമ്പർ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ n/2 ആയിരിക്കും. ഓഡ് നമ്പർ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ n/2നെ കാട്ടി കുറവായിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും. അപ്പോൾ ഒരു പ്രൈം നമ്പർ ആണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 2 തൊട്ട് n/2 വരെ ഏതെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. എന്തുകൊണ്ടാണ് 2 തൊട്ട് തുടങ്ങിയത്? കാരണം 1 എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ഫാക്ടർ ആണ്, അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 2 തൊട്ട് n വരെയല്ലേ പോകേണ്ടത്? നമുക്കറിയാം n എന്ന് പറയുന്നതാണ് ലാർജസ്റ്റ് ഫാക്ടർ, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് ഫാക്ടർ എന്താണ്? n/2 ആണ്. സോ n/2 വരെയുള്ള നമ്പേഴ്സിൽ ഏതെങ്കിലും ഒരെണ്ണം ഫാക്ടർ ആണോ എന്ന് നോക്കുക. അങ്ങനെ ഫാക്ടർ ആണെങ്കിൽ അതെന്ന് പറയുന്നത് പ്രൈം നമ്പർ അല്ല. ഏതെങ്കിലും ഒരു നമ്പർ ഫാക്ടർ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രൈം നമ്പർ അല്ല. ഇതാണ് നമ്മുടെ പ്രോഗ്രാം ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാക്ടേഴ്സ് പ്രൈം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാവിംഗ് ഫാക്ടേഴ്സ് 1 and n, and we know that the second largest factor is less than or equal to n/2. So we have to check whether there is a factor exists between 2 and n/2. If that is the case, it is not a prime number, otherwise it is a prime number. Okay, അപ്പോൾ ഈ ഒരു കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കൊരു ക്ലാസ് ടെസ്റ്റ് എഴുതാം. അതിനകത്ത് ഒരു പബ്ലിക് സ്റ്റാറ്റിക് void മെയിൻ ഫംഗ്ഷൻ എഴുതുന്നു. സ്ട്രിംഗ് or this. സോ നമുക്ക് എന്ത് വേണം? ഒരു സ്കാനർ ക്ലാസ് ഇമ്പോർട്ട് ചെയ്യണം. സോ ഇമ്പോർട്ട് java.util.scanner. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? സ്കാനർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ന്യൂ സ്കാനർ system.in. ദെൻ അടുത്തത് എന്താ വേണ്ടത്? എൻ്റർ ദി എലമെൻറ്റ്. എന്താണ് പ്രൈം നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എലമെൻറ്റ് എൻ്റർ ചെയ്യാൻ പറയുന്നു. എൻ്റർ ദി എലമെൻറ്റ്. സോ ആ എലമെൻറ്റിനെ ഞാൻ എന്നിലേക്ക് മേടിക്കുന്നു. ഇൻറ്റ് n is equal to sc.next int. ഇൻറ്റിജർ ആയത് കാരണം നെക്സ്റ്റ് ലൈൻ യൂസ് ചെയ്യുക. sc.next line. നമുക്കറിയാം ഞാൻ ആദ്യം അസ്യൂം ചെയ്യുന്നു എല്ലാ നമ്പേഴ്സും പ്രൈം ആണ്. സോ ഫ്ലാഗിന്റെ വാല്യൂ 0 ആണെങ്കിൽ പ്രൈം എന്നാണ് മീനിങ്. ആ നമ്പർ പ്രൈം എന്നാണ് മീനിങ്. ഓക്കെ, ഫോർ നമുക്ക് എവിടെ തൊട്ട് എവിടെ വരെയാണ് ചെക്ക് ചെയ്യേണ്ടത്? 2 തൊട്ട് n/2 വരെ. സോ n/2 വരെ ഞാൻ പോവുക. i++. ദെൻ ഞാൻ എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഞാനാണെങ്കിൽ ചെക്ക് ചെയ്യണം ഇഫ് n mod i 2 തൊട്ട് ഏതെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടോ എന്ന് പറഞ്ഞാൽ നോക്കാം. ഈക്വൽ ടു 0 ആണെങ്കിൽ, അതായത് n-ന്റെ ഒരു ഫാക്ടർ ആണ് i, അപ്പോഴാണല്ലോ റിമൈൻഡർ 0 ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഫ്ലാഗിന്റെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് എ പ്രൈം നമ്പർ. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് കേസസ് ഞാൻ ചെക്ക് ചെയ്തോ ആവശ്യമുണ്ടോ? ഇല്ല. സേ ഇപ്പോൾ 50 ആണെന്ന് പറഞ്ഞ് നോക്കുക. 50യുടെ പകുതി എത്രയാണ്? 25. സോ 2 to 25 വരെ ഞാൻ പോകണം. അപ്പോൾ ഫസ്റ്റ് കേസ് 2 എടുക്കുകയാണ്. 2 എടുക്കുകയാണെങ്കിൽ 50 mod 2 എന്ന് പറയുന്നത് ഈക്വൽ ടു 0 അല്ലേ? ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ 3 to 25 വരെയുള്ള കേസസ് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് കാരണമാണ് ഞാൻ ബ്രേക്ക് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു കേസിൽ ഈ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയും?
അതെന്ന് പറയുന്നത് പിന്നെ വീണ്ടും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഫ്ലാഗ് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ഫ്ലാഗ് ഈ ഫോർ ലൂപ്പ് കഴിഞ്ഞിട്ടും ഫ്ലാഗിന്റെ വാല്യൂ 0 ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? n എന്ന് പറയുന്നത് ഇസ് എ പ്രൈം നമ്പർ ആണ്, ഇസ് എ പ്രൈം നമ്പർ. അല്ലെങ്കിൽ എൽസ് നമുക്ക് എന്ത് പറയാം? ഫ്ലാഗിന്റെ വാല്യൂ 1 വലുതും ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫ്ലാഗ് ഈസ് ഈക്വൽ ടു n ഈസ് ഈക്വൽ ടു ഈസ് നോട്ട് എ പ്രൈം നമ്പർ. നമുക്ക് പ്രോഗ്രാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. system.out.system സിസ്റ്റത്തിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയി പോയി. സിസ്റ്റം ഓക്കെ, സിസ്റ്റം വീണ്ടും ഒന്നും കൂടെ റൺ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രൈം നമ്പർ 17 എന്ന് പറയുന്നത് പ്രൈം നമ്പറാണ്. ഇനി 35 എന്ന് പറയുന്ന പ്രൈം നമ്പർ ആണോ? ഇറ്റ്സ് നോട്ട് എ പ്രൈം നമ്പർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രൈം നമ്പർ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.